പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പാപം ആരംഭിച്ചത് നാവിലൂടെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സർപ്പം സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈശോയിൽ പ്രിയരെ, ആദ്യ പാപം ആരംഭിച്ചത് സാത്താൻ്റെ ആ ചോദ്യത്തിലൂടെയാണ്. ആ ചോദ്യം മനുഷ്യ മനസ്സിനെ ഇളക്കി മറിച്ചു. അവർ ദൈവത്തെ ധിക്കരിച്ചു. ആദ്യ പാപം പിറന്നു. അതിന്നും തുടരുന്നു. സാത്താൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ ഇന്നും വീണുകൊണ്ടേയിരിക്കുന്നു. പാപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാവുകൊണ്ട് എല്ലാ കൽപ്പനകളും അനുസരിക്കാനും എല്ലാ കൽപ്പനകളും ലംഘിക്കാനും സാധിക്കും. നാവുകൊണ്ട് സ്വർഗവും നരകവും പണിയാം. നാവുകൊണ്ട് ഒരുവന് വിശുദ്ധനുമാകാം, പാപിയുമാകാം, മാലാഖയും പിശാചുമാകാം. നാവിന് മറ്റൊരാളെ കൊല്ലാനും ജീവിപ്പിക്കാനും സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, സ്വനാവിനെ സൂക്ഷിക്കുക. മറ്റുള്ളവർക്കും അവനവനു തന്നെയും അനുഗ്രഹമായി മാറാൻ വചനം പറയുന്നു. സുഭാഷിതം 10 അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട്. പ്രഭാഷകൻ 31 അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. പ്രഭാഷകൻ 28 ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും, രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. വിശുദ്ധ യാക്കോബ് 3 നാം വായിക്കുന്നു, ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. അതെ, മനുഷ്യൻ്റെ നാവ്, നിന്റെ നാവ്, നിന്റെയും മനുഷ്യകുലത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാവി നിശ്ചയിക്കുന്ന വലിയ ശക്തിയാണ്. നിന്നെ സ്വർഗത്തിനോ നരകത്തിനോ അവകാശിയാക്കുന്ന ശക്തിയാണത്. ദൈവമക്കളെ, ജ്ഞാനിയാകാം, വിവേകത്തോടെ നാവിനെ ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ സ്വർഗം പണിത് സ്വർഗത്തിലെത്തിച്ചേരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.